89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കറക്റ്റ് ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഒരു കിടിലൻ ആർട്ടിസ്റ്റിനെയും കൊണ്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. നമുക്ക് ഒരു വലിയ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാതെ നമുക്ക് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാം. രഞ്ജിൻ രാജാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ കൂടെ വന്നിരിക്കുന്നത്. വെറും ഒരൊറ്റ പാട്ട് അല്ലെങ്കിൽ വെറും ഒറ്റ സിനിമാ പേര് മതി ഈ മ്യൂസിക് ഡയറക്ടറെ നമുക്ക് മനസ്സിലങ്ങോട്ട് കുറിച്ച് അടിവരയിട്ട് എഴുതാൻ. ജോസഫ് ചേട്ടാ നമസ്കാരം. നമസ്കാരം രഞ്ജിൻ ചേട്ടോ, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് SK ഹോട്ട്സ്പോട്ടിലെ രഞ്ജിൻ ചേട്ടനെ കൂടുതലായിട്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പോവാണ്. ചേട്ടന്റെ പാട്ടുകൾ എല്ലാവരുടെ മനസ്സിലും ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടനും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലൂടെ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ചേട്ടൻ നമുക്കറിയാം, ചേട്ടന് ഒരു റിയാലിറ്റി ഷോ ആയിട്ടുള്ള സ്റ്റാർ സിംഗറിലൂടെയാണ് നമ്മുടെ ഒരു മേഖലയിലേക്ക് തന്നെ വന്നത്. പക്ഷെ അതിന് മുൻപുള്ള രഞ്ജിൻ രാജ് ശരിക്കും ആരായിരുന്നു? അതിന് മുന്നേ ഞാൻ തന്നെയായിരുന്നു. ഓക്കെ. അതെ, മ്യൂസിക്കും കാര്യങ്ങളും പാട്ടുകളും ഒക്കെ. ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോഴോ പാട്ടിന്? നന്നായിട്ട് ഞാൻ കർണാട്ടിക്കാണ് പഠിച്ചത്. ചെറുപ്പം തൊട്ട് തന്നെ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ യുവജനോത്സവത്തിലൊക്കെ വളരെ ശ്രദ്ധയായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. കലോത്സവ വേദികളിലും ഒക്കെ ഉണ്ടാവാറുള്ള ആൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ യുവജനോത്സവ വേദികൾ കീഴടക്കി അവസാനം നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തിയായിരുന്നു അല്ലേ? അതെ, സ്റ്റാർ സിംഗറിലെത്തിയായിരുന്നു 2007. എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? അതിന് മുന്നേയും ഞാൻ ഈ ഗന്ധർവ സംഗീതം പോലെയുള്ള ഷോകളിലും ചെറിയ കോമ്പറ്റീഷൻസിലും, ചെറുതല്ല ആ സമയത്ത് നമ്മുടെ എന്റെ ഒരു സ്കൂൾ പീരീഡിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ തന്നെയായിരുന്നു ഗന്ധർവ സംഗീതം. അപ്പൊ അതില് അങ്ങനത്തെ പരിപാടികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതുപോലത്തെ വേറൊരു ചാനൽ ഒരു റിയാലിറ്റി ഷോ വിളിച്ചപ്പോ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു, അല്ലെ അപ്ലൈ ചെയ്തു, നമുക്ക് സെലക്ടഡ് ആയി. അപ്പൊ ഇത്രയും വലിയൊരു ഷോ ആണെന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നില്ല, അത് വലിയൊരു ഷോ ആയിട്ട് മാറി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുന്നതിന് മുൻപ് കുറേ അധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് അറിയാം. എങ്കിലും ചേട്ടൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ശരിക്കും എങ്ങനെയായിരുന്നു? ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനാണോ അതോ മെയിൻറ്റെയിൻ ചെയ്യാനാണോ? രണ്ടും ഈക്വലി ബുദ്ധിമുട്ടാണ്. മേഖലയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് എത്തിപ്പെടാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ റൂട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് അതിൻ്റെതായ സ്ട്രെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് എത്തിയ ശേഷം പിന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പൊ അതിൽ ഹിറ്റ്സ് ഉണ്ടാക്കാനും സബ്സ്റ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനും പഠിച്ചത് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ഗ്രോത്ത് നമ്മുടെ സിനിമ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയത് പഠിക്കേണ്ട സ്ട്രെയിന് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുന്ന സ്ട്രെയിന്, അങ്ങനത്തെ സ്ട്രെയിനും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സസ്റ്റെയിൻ ചെയ്യാന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രഗിൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മള് ചേട്ടൻ ആരാണ് രഞ്ജിൻ രാജ് എന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ചേട്ടാ, ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരുന്നത് ഏകദേശം 2018. ഓക്കെ, 2018 മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെ ചാനലുകളിലും കാര്യങ്ങളിലും ജിംഗിൾസും കാര്യങ്ങളും ചാനലുകളുടെ പല പ്രമുഖ ചാനലുകളുടെ പ്രൊമോ സോങ്സ് ഒക്കെ ആയിട്ട് ഞാൻ എന്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് തുടക്കം. നമ്മുടെ മൂവിയിലേക്ക് എത്തുന്നതിന് മുൻപേ പല സ്ഥലങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുറെ ഫ്ലവേഴ്സ് പോലെയുള്ള ചാനലുകളിലും അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മ്യൂസിക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ചാനലുകളിലും ലോഗോ അടക്കം ഒരുപാട് മ്യൂസിക് എന്റെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പോ സ്കൂളിലാണെങ്കിലും ചേട്ടൻ ഇപ്പോ ഇത്തരം നല്ല രീതിയിൽ ഇപ്പോ ഒന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണല്ലോ മറ്റുള്ള കുട്ടികളിൽ നിന്നും. ഇപ്പോ കായിക ഒരു പരിപാടികളാണെങ്കിലും മൊത്തത്തില് പാട്ടിന്റെ പരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. സോ അന്നേ ഭയങ്കര ആരാധനയൊക്കെ ഉണ്ടായിരുന്നോ ഫ്രണ്ട്സിനൊക്കെ? ഈ പാട്ട് പാടുന്ന ആൾക്കാരോട് എപ്പോഴും എല്ലാവർക്കും ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആസ് എ സിംഗർ ആയതുകൊണ്ടും കുറെ ഇങ്ങനെ ഏത് പരിപാടിയിലും ഗായകൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു ഇഷ്ടം എല്ലാവർക്കും, ടീച്ചേഴ്സിനാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കാണെങ്കിലും ഒക്കെ ആ കാലത്ത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് എനിക്കും അത് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ ഇത്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു നാട്ടിലെ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന
കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നാട്ടിലും സ്കൂളിലും ഒക്കെ പാടുന്നവർക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രഞ്ജിൻ ചേട്ടന്റെ ഒരു ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ജേർണി തുടങ്ങുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ നമുക്ക് വേണം. ചേട്ടൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് ഇപ്പൊ കേൾക്കണോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടിലുണ്ട്. നമുക്ക് ദേവാങ്കണങ്ങൾ വെക്കാം. ദേവാങ്കണങ്ങൾ, ആഹാ സൂപ്പർ ചോയ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ദേവാങ്കണങ്ങളിലൂടെ ഐശ്വര്യമായിട്ട് അരങ്ങേറ്റം നടത്താണ് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട്. സോ അന്നെയാണ് കൂടെയുള്ളത് നമ്മോടൊപ്പം മ്യൂസിഷ്യൻ, സിംഗർ, മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം രഞ്ജിൻ രാജും. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് അന്നെയാണ് കൂടെയുള്ളത്, ഒപ്പം ഒരു കിടിലൻ മ്യൂസിക് ഡയറക്ടറും രഞ്ജിൻ രാജ്. രഞ്ജിൻ ചേട്ടന്റെ തുടക്ക കാലഘട്ടം എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടായിരുന്നു. ഇനി ചേട്ടന്റെ ലൈഫിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2018 എന്ന് പറയുന്ന വർഷം, ജോസഫ് എന്ന മൂവി റിലീസ് ചെയ്ത വർഷം അല്ലേ? എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും, അതായത് ഓരോ ഏജ് കാറ്റഗറി ഉണ്ടാവും ഓരോ പാട്ടും ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി. ഇപ്പോൾ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ആണെങ്കിൽ അത് യൂത്തിന് മാത്രം വേണ്ടി ഉള്ളൊരു പാട്ടുകളാണെന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, ടൈപ്പ് കാസ്റ്റ് ആയിട്ട് പോകുന്ന കുറേ പാട്ടുകളാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ എനിക്ക് തോന്നുന്നു ജോസഫ് എന്ന മൂവി ഏതൊരു പ്രായക്കാർക്കാണെങ്കിലും, ഇപ്പോൾ ജനിച്ചൊരു കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ ഈക്വലി ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് ജോസഫിലെ പാട്ടുകൾ. ഇപ്പോൾ പൂമുത്തോളയാണെങ്കിലും അതിനോടൊപ്പം ഇറങ്ങിയിട്ടുള്ള മറ്റ് സോങ്സ്, പൂമുത്തോളയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അല്ലേ? ഡെഫിനറ്റ്ലി പൂമുത്തോളയായിരുന്നു ആദ്യം ഹിറ്റ് ചെയ്തത്. പിന്നെ എല്ലാ പാട്ടുകളും ഒരുനാഥനെ കരുതിയിലെ കണ്ണുള്ള പെണ്ണ പാടവരമ്പത്തിലൂടെ കണ്ണത്താ ദൂരം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫാൻഷിപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടന് ജോസഫ് ചേട്ടന്റെ ലൈഫിൽ എത്രത്തോളം ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഡെഫിനറ്റ്ലി നമ്മുടെ ആദ്യ സിനിമ ഇത്രയും വലിയ വിജയമാവുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതൊക്കെ വിജയമാണോ, വിജയമായാൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് എന്തായാലും ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് പാട്ടുകൾ ചെയ്യുക, എനിക്കിഷ്ടമുള്ള പാട്ടുകൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഹിറ്റ് അടിപ്പിക്കാൻ വേണ്ടി ചെയ്യാന്നോ, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രായഭേദമന്യേ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന പാട്ടാക്കി മാറ്റാൻ, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ നിഷ്കളങ്കമായിട്ട്, നമ്മൾ ഇന്നസെന്റ് ആയിട്ടാണ് നമ്മൾ ആ പാട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രം ദി ഹാർട്ട് നമ്മൾ ചെയ്യുന്നു. വേറെ വല്ല പാട്ടിന്റെ ചായ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള പാട്ടിന്റെ ചായ ആയിരിക്കും, അത് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം പറയുന്ന പോലെ ചെയ്ത പാട്ടുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഇന്നസെൻസ് കീപ്പ് ചെയ്യുന്ന എല്ലാ ആൾക്കാരിലേക്കും ആ പാട്ട് എത്തുന്നത്. എല്ലാ ആൾക്കാരും ഇന്നസെന്റ് ആണല്ലോ ബേസിക്കലി. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് ഇത്രയും പ്രായ ആൾക്കാർ വരെ എല്ലാവരിലേക്കും അത് കണക്ട് ചെയ്യാൻ കാരണം നമ്മൾ അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു പാട്ടുകൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ അവിടെ ഒരു കള്ളത്തരം വെച്ചിട്ട് ഇത് ഹിറ്റ് അടുപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും സംഭവിക്കുന്നെങ്കിൽ തോന്നുന്നില്ല. സത്യം. അപ്പോ അങ്ങനെയാണ് ജോസഫിന്റെ ഒരു ജനനം അല്ലേ? ജോസഫ് അങ്ങനെയാണ്. ജോസഫ് എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ അധികം കൂടുതൽ ആ പാട്ടുകൾ ഹിറ്റ് അടുപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ പാട്ടുകളുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഹിറ്റ് അടുപ്പിക്കാൻ വേണ്ടി ചെയ്ത പാട്ടുകളല്ല, നമ്മൾ ഹൃദയത്തിൽ നിന്ന് ചെയ്ത പാട്ടുകളാണ്. അതെ. ഇപ്പോ ഈ ജോസഫ് എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്തതിന് ശേഷം ചേട്ടന്റെ ഫസ്റ്റ് മൂവി ആണല്ലോ കറക്റ്റ് നോക്കുകയാണെങ്കിൽ? 2 സിനിമകളുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമ, എനിക്കൊരു അവസരം തന്ന സിനിമ നിത്യഹരിത നായകൻ എന്ന് പറയുന്ന സിനിമയാണ്. അത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ധർമ്മജൻ ചേട്ടനും അഭിനയിച്ച ബിനുരാജ് സർ സംവിധാനം ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഒരു അവസരം തന്നത്. സിനിമ അവരാണ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വേറൊരു ഫ്രണ്ട് വഴി ഞാൻ പപ്പേട്ടനെ മീറ്റ് ചെയ്യും, എംപക് മുമർ എന്ന സംവിധായകനെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് എന്റെ വർക്കുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആഡുകളും കാര്യങ്ങളും കേൾപ്പിക്കുകയും, അപ്പോൾ അദ്ദേഹം അത് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ജോസഫ് പെട്ടെന്ന് ഓണായപ്പോൾ എന്നെ വിളിച്ചിട്ട് കുറച്ച് പാട്ടിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. പപ്പേട്ടനാണ് എന്നെ ജോസഫിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ 2 സിനിമയും ഒരു ദിവസമാണ് റിലീസ് ആയത്. അപ്പോൾ ഡെബ്യൂ എന്ന് പറയുമ്പോൾ 2 സിനിമയുണ്ട് എനിക്ക്, രണ്ടും ഒരുമിച്ച് വരും അല്ലേ? പക്ഷെ അതില് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ഹ്യൂജ് ഹിറ്റ്സ് ആയി മാറുമ്പോൾ ഡെഫിനറ്റായിട്ടും ഈ പടത്തിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നിത്യഹരിത നായകനില് സ്കോറും സോങ്സും ചേട്ടൻ ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? അതെ. നീലരാവിലായി വിരിഞ്ഞ പൂവേ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സോങ് ഉണ്ട്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. MG ശ്രീകുമാർ സാറും സുജാത ചേച്ചിയും കൂടെ പാടിയൊരു പാട്ടാണ്. ഓക്കെ, സോ നൈസ്. ഓക്കെ, അപ്പൊ ചേട്ടനിപ്പോ ചേട്ടന്റെ വർക്കുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആരുടെ ആയിരുന്നു? ലൈക്ക് ചേട്ടൻ പാടിയതല്ലാതെ കേട്ടോ, വേറെ മറ്റുള്ളവർ പാടിയപ്പോ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്ക് എല്ലാ പാട്ടുകളും ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തനായിട്ട് തന്നെയാണ് ഞാൻ ഔട്ട് ഇറക്കിയിട്ടുണ്ടാവുക എന്റെ പാട്ടുകൾ. അപ്പൊ അതില് പക്ഷെ എന്നാലും ഈ പറഞ്ഞ നന്നായിട്ട് വർക്കൗട്ട് ആയ ഒരു കോംബോ ആണ് പ്രദീപ് കുമാർ ആൻഡ് സൈൻഡ് വിത്ത് മഴ എന്ന് പറഞ്ഞ പാട്ട്.
അപ്പോ ആ പാട്ടിന് അതിൻ്റെതായ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ആ പാട്ട് നന്നാവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഗുണകരമായി മാറിയിട്ടുണ്ട് ആ പാട്ടിന്റെ മ്യൂസിക്കിന്. ഓക്കെ, ശരിക്കും ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡെഫിനറ്റ് ആയിട്ടും പ്രോപ്പറായിട്ട് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വേറൊരു സോൾ ആ പാട്ടിന് കൊടുക്കാൻ ആ കോമ്പൗണ്ട് സാധിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് അവരെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത്. മ്യൂസിക് ഡയറക്ടർ വിചാരിച്ച ആ ഒരു ലെവലിൽ നിന്ന് ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അവരതാ പറഞ്ഞു, അവര് കമ്പോസറിനെക്കാട്ടിലുപരി അവർ ആ പാട്ടിന്റെ ചിലപ്പോൾ എന്നെ ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്, ആ പാട്ടിന്റെ സോൾ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത്രയും പ്രൊഫഷണൽസ് ആണ് പ്രദീപ് ജിയും സൈന്ദവി ഒക്കെ ആണെങ്കിൽ, രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷണലിസം അവർ ആ പാട്ടില് അവരുടെ പാട്ടായിട്ടാണ് അവരത് എടുക്കുന്നത്. വേറൊരാൾക്ക് വേണ്ടി പാടുന്നതിലുപരി അവരുടെ പാട്ടായിട്ട് എടുത്ത് മാക്സിമം ഇൻപുട്ട് കൊടുക്കാന്നൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ രഞ്ജൻ ചേട്ടന്റെ പാട്ടുകളാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു പാട്ട് നമ്മുടെ റേഡിയോയിൽ അങ്ങോട്ട് പോട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ അവർക്കൊരു കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ റേഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. SK ഹോട്ട്സ്പോട്ടിൽ നിന്ന് നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ് കൂടെ തന്നെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ഒരു കിടിലൻ മ്യൂസിക് ഡയറക്ടറാണ്, പ്ലേ ബാക്ക് സിംഗറാണ് ആൻഡ് മ്യൂസിഷ്യനാണ് കൂടെയുള്ളത് രഞ്ജിൻ രാജ്. രഞ്ജിൻ ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു തന്ന 2 ചിത്രങ്ങളുടെ കാര്യങ്ങളായിരുന്നു കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞത് അല്ലേ? നമുക്കറിയാം മ്യൂസിക് എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. കുറേയധികം പ്രഷറും സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇറങ്ങുമ്പോൾ ഓരോ വരി വരെ ഇവാലുവേറ്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഇറങ്ങുന്ന ആ ഒരു സമയത്തിന് മാത്രമല്ല, പിന്നെ ഫോർ എവർ നമ്മൾ ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കേണ്ടതാണ്, അവരുടെ മനസ്സിൽ പതിയേണ്ടതാണ് അല്ലേ? അപ്പോൾ ചേട്ടന് ഈ ഒരു മേഖലയിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പോൾ ചേട്ടന് ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് ഇത് ഭയങ്കര പ്രശ്നമാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ ഇപ്പോൾ അത് മേ ബി ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതോ വന്ന സമയം തൊട്ടേ ബുദ്ധിമുട്ടാണ് എന്നുള്ള, അല്ലെങ്കിൽ ടഫാണ് ഈ പ്രശ്നം? ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി എല്ലാ മേഖലയിലും ഉണ്ടാവും. പിന്നെ നമ്മളിത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് കൊണ്ട് തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം സിനിമയിൽ. അപ്പൊ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ക്രിയേറ്റിവിറ്റിയും കൂടെ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കിട്ടുന്നവരെ ഒരേ സമയത്തിൽ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് വരില്ല. അപ്പോ അങ്ങനെയുള്ള സ്ട്രെയിൻ ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ ആ സ്ട്രെയിൻ നമ്മൾ ഞാൻ എൻജോയ് ചെയ്യാൻ പഠിക്കല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻജോയ് തന്നെ അത് പോകുന്നത്. കാരണം നമ്മൾ ബേസിക്കലി ഇതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇത് എത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും ഇതിനു വേണ്ടി കൊതിച്ചിട്ടും നമുക്കിത് കിട്ടുമ്പോൾ നമ്മൾ ആ സ്ട്രെയിനൊക്കെ നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാനേ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയങ്ങൾ സ്ട്രെയിൻ ആവുന്ന ഈ ഫാമിലിയും എല്ലാം കൂടെ ഒരു മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വേണ്ട രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു ഗിൽട്ടൊക്കെ ഉണ്ടാവും. ആ സ്ട്രെയിൻ എൻജോയ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ സ്വന്തമായി എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണത്. അപ്പോൾ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും നമുക്കിനി ഈ മേഖലയിൽ വരാൻ പോകുന്ന ആൾക്കാർ, എസ്പെഷ്യലി സിനിമ മ്യൂസിക്കിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും മല ചുമക്കുന്ന അത്രയും സ്ട്രെയിൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരർത്ഥമില്ല. നമ്മൾ എന്തിനു വേണ്ടി ഇത് എത്തി എന്നുള്ള കാര്യത്തിന് ഒരർത്ഥമില്ല. അതെ, ഇപ്പൊ നമ്മുടെ ചേട്ടൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ ഏത് ജോലിയാണെങ്കിലും ഈ ഒരു പ്രിൻസിപ്പൽ മസ്റ്റ് ആണ്. ആ ഒരു സ്ട്രെസ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ട്രെസ് എൻജോയ് തന്നെ വേണം. സ്ട്രെസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു തോന്നുന്നു. സ്ട്രെസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പരിപാടി, നമ്മുടെ ജോലിയുടെ സ്വഭാവം മാറും, നമ്മളെ മാറിപ്പോകേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് ഇത്ര കണ്ടെയ്നർ കയറ്റി അയക്കുന്ന ജോലിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് സ്ട്രെസ് ആയിട്ട് കണ്ടാലും ഒരു ടീമിനെ വെച്ചിട്ട് 100 കണ്ടെയ്നർ കയറ്റാം. പക്ഷെ ഇത് പറ്റില്ലല്ലോ. ഇത് നമുക്ക് തലയുടെ ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു സ്ട്രെയിൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതാണ്. അപ്പോഴേ ചേട്ടാ, ഈ സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ചേട്ടൻ കാണുന്ന കുറേ പാട്ടുകൾ ഉണ്ടായിരിക്കും. മേ ബി ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷറായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമുള്ള സമയത്തോ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ബസ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫർ തന്നെയാണ് ഈ ഒരു പാട്ട് എന്ന് തോന്നുന്ന പാട്ടുകളുണ്ടോ ചേട്ടന്?
കുറെ ഉണ്ട്. അല്ല, എനിക്ക് ശരത് സാറുടെ ശ്രീരാഗമോ കേൾക്കുമ്പോ കുറെ പാട്ടുണ്ട്. എനിക്കിങ്ങനെ പെട്ടെന്ന് ചില സമയത്ത് ഞാൻ കുറച്ച് സ്ട്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനുള്ള പാട്ട് തന്നെ കേൾക്കും. അതിപ്പോ വാനം ചായും വിദ്യാജിയുടെ അനാർക്കലിയിലെ സോങ്, അതെന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്യാമാംബരം പോലെയുള്ള പാട്ടുകള്, അല്ലെങ്കിൽ രാജാ സാറുടെ ഉണരുമീ ഗാനം പോലെ ആലാപനം പോലെയുള്ള പാട്ടുകള്, അല്ലെങ്കിൽ ഇരട്ടക്കുട്ടികളുടെ അച്ഛനുള്ള ഒരു പാട്ടുണ്ട്, കാണുമോ ഉൾക്കടൽ, അങ്ങനെ ഒരു സോങ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സോങ്സ് ആണ് എന്റെ ഒരു ജോണർ. ഈ കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ. അപ്പോ ഞാൻ ഈ ചോദ്യം ആക്ച്വലി ചോദിച്ചു വന്നത്, വിഷമിച്ചിരിക്കുമ്പോ വിഷമമുള്ള പാട്ട് തന്നെ കേൾക്കുക എന്നുള്ള ഒരു അപൂർവ സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ എന്ന് പറയില്ല നമ്മുടെ മമ്മക്ക് ചോദിക്കുന്ന പോലെ. ചുമ്മാ അത് കേട്ടൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആഹാ, അതങ്ങോട്ട് കരഞ്ഞു തീർക്കണമെങ്കിൽ കരഞ്ഞു തീർക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആക്ച്വലി ഞാൻ ഈ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു വന്നത് ചേട്ടന്റെ സൗണ്ടിൽ നിന്ന് ആ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഏതാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോന്നോട്ടെ. നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ, സഖി നീ അറിയുമോ ദിങ്ങുമീ ഗദ്ഗതം, വെറുതെ എന്നാലും ഓർമ്മ വന്നിൻ മിഴി നിറഞ്ഞു, മിണ്ടുവാൻ കൊതിയുമായി കരൽ പിടഞ്ഞു. ഓ ഗ്രേറ്റ്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ മെലഡിയുടെ ഈ ഒരു താളത്തിൽ തന്നെ നമുക്കൊരു കിടിലൻ പാട്ടിലേക്ക് പോവാം. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം രഞ്ജിൻ രാജ് കൂടെ തന്നെയുണ്ട് ഇന്നത്തെ ദിവസം SK ഹോട്ട്സ്പോട്ടിൽ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. അന്നെയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ SK ഹോട്ട്സ്പോട്ടിൽ ഒരു കലക്കൻ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, രഞ്ജിൻ രാജ്. രഞ്ജിൻ ചേട്ടൻ്റെ ഒരു കിടിലൻ പാട്ട് ആലാപനം അല്ലെ, അങ്ങനെ തന്നെ വേണേ പറയാൻ, ആലാപനം കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ തുടർന്നുള്ള സംസാരങ്ങളിലും നമ്മൾ ഈ പുട്ടിന് പീരിടുന്ന പോലെ നല്ല രീതിയിലുള്ള പാട്ടുകൾ ഇങ്ങോട്ട് പോന്നോളില്ലേ, കുഴപ്പമില്ലല്ലോ. വരുമായിരിക്കാം, ഓട്ടോമാറ്റിക്കലി വരികയാണെങ്കിൽ വരും. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ചേട്ടാ, ഇപ്പോ ഓരോ സിനിമയ്ക്കും ചേട്ടൻ കുറെ അധികം സമയം ചിലപ്പോൾ കൊടുക്കാറുണ്ടാവും ആ കഥ മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ? അതെ. അപ്പൊ നമ്മള് ശരിക്കും ഒരു ഡയറക്ടർ നമ്മുടെ അടുത്ത് കഥ പറയുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ആക്ടറിന്റെ അടുത്ത് ഈ ഒരു കഥ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കഥ പറയേണ്ടത് അല്ലെങ്കിൽ കഥ മനസ്സിലാക്കേണ്ട ഒരാൾ കൂടിയാണ് മ്യൂസിക് ഡയറക്ടർ. കാരണം ഫുൾ സ്കോറിങ്, അതുപോലെ പാട്ടുകൾ ഒക്കെ നമ്മൾ ആ ഒരു ഇമോഷനെ ബേസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തില് ഇങ്ങനെ ഈ കഥ മനസ്സിലാക്കി പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ചേട്ടൻ സമയം എടുക്കാറുണ്ട്? ഐ മീൻ അത് നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്, അറിയാം. ഈ പാട്ടുകൾക്ക് എനിക്ക് അധികം സമയം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ഇതുവരെ കേട്ടോ. പാട്ട് പിന്നെ പാൽനിലാവിൻ എന്ന് പറഞ്ഞ കാണക്കാണയിലെ സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്, ആ പാട്ടിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറേ ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബോബി സഞ്ജയ് എന്ന റൈറ്റേഴ്സും മനു അശോകൻ എന്ന സംവിധായകനൊക്കെ വളരെ പർട്ടിക്കുലർ ആയിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാക്ട് തന്നെ കിട്ടുന്നവരെ ദേ വിൽ വെയിറ്റ്. അപ്പോൾ ആ പാട്ടിന് എനിക്ക് കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോർമലി ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് വരാറുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് പലപ്പോഴും സമയം എടുക്കേണ്ടി വരാറുണ്ട്. നമ്മളൊരു ടൈം പീരീഡിലൊക്കെ ചെയ്യാറുണ്ട്. മാളികപ്പുറമൊക്കെ ഞാൻ ചെയ്തത് 12-14 ദിവസം കൊണ്ടാണ് ഹോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അത് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ കാണക്കാണെ പോലത്തെ സിനിമയൊക്കെ ഞാൻ ചെയ്തത് 2.5-3 മാസത്തോളം എടുത്തിട്ടാണ്. ഇപ്പൊ ആനന്ദ് ശ്രീവാല റീസെന്റ് ചെയ്തത് കുറെ സമയം എടുത്തിട്ടാണ്. കാവൽ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. 10-ാം വളവ് കുറച്ച് സമയം എടുത്താണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്ത പടമായിരിക്കും, 10 ദിവസത്തിൽ താഴെ കൊണ്ട് ചെയ്ത പടമായിരിക്കും. അപ്പൊ അത്രയും സ്പീഡിലൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയും നൈറ്റ് ഡ്രൈവ് തന്നെയായിരുന്നു അല്ലേ? ഭയങ്കര സ്പീഡിലായിരുന്നു അത്. ഭയങ്കര സ്പീഡില് വൈശാഖട്ടൻ പെട്ടെന്ന് കംഫർട്ട് ആക്കി, വൈശാഖട്ടൻ പെട്ടെന്ന് നമ്മളെ അതിലേക്ക് ഇന്നാക്കി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദി മൂവിയാണ്. ഓരോ സിനിമയുടെ രീതി ഓരോ തരത്തിലായിരിക്കും ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത് ആ സിനിമയുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്.
അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ടൈം ബൗണ്ട് ചെയ്ത് എത്ര വെച്ചാലും അത് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ ഓക്കെ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് കുറച്ചുണ്ട് കേട്ടോ. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി അത് പറയണം എന്ന് കൊണ്ട് മാത്രം. ഇപ്പോൾ ജോസഫിലെ നമുക്കറിയാമല്ലോ എല്ലാ പാട്ടുകളും എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കാവലിലെ എന്നോമൽ നിധിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എനിക്കറിയില്ല, ഭയങ്കര ഒരു എനിക്ക് എങ്ങനെയാ ഫീല് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഒരു അച്ഛൻ്റെ കെയറിങ്ങോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എന്നോമൽ നിധിയല്ലേ എന്ന പാട്ടിനെ പറ്റിയിട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനും എൻ്റെ ഫാമിലി കുറച്ച് ദൂരെയാണ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലത്താണ്. പക്ഷെ ചില സമയത്ത് അവരെ മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു പാരന്റ്സിനെ ആക്ച്വലി ഓർക്കാൻ പറ്റാൻ സാധ്യതയുണ്ട് ആ പാട്ടിൽ. കൂടുതലും പാരന്റിംഗ് ആണ് അതിലുള്ള ഇമോഷൻ, വാത്സല്യമാണ്. അതെ അതെ. അപ്പോ ആ ഇമോഷൻ ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെ. അതുപോലെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗിലെ സായാഹ്ന തീരങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നേ. എന്റെയും ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ ആക്ച്വലി അത് ഡയറക്റ്റ് ആയിട്ട് പറയണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, മറക്കരുത് ഒരു കാരണവശാലും. അതുപോലെ 10-ാം വളവിലെ ഏലമലക്കാടിനുള്ളിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അപ്പോഴേ ചേട്ടാ, ഈ സമയത്ത് നമ്മുടെ മാളികപ്പുറത്തില് ചേട്ടൻ തന്നെ പാടിയിട്ടുള്ള ആ പാട്ട് ഇങ്ങോട്ട് ഒന്ന് പോന്നാലോ? യെസ്, നങ്ങേലി പൂവേ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. മതി 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 മതി. അപ്പൊ ഈ ഒരു പാട്ടിന്റെ അകമ്പടിയോടുകൂടി നമുക്ക് വേറൊരു പാട്ട് റേഡിയോയിൽ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട്. നമ്മോടൊപ്പം ഇന്ന് സർഗക്ഷേത്ര 89.6 FM-ലൂടെ രഞ്ജിൻ രാജ് കൂടെയുണ്ട്, അന്നയും ഒപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം മ്യൂസിക് ഡയറക്ടർ ആൻഡ് നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ ജോസഫ് മൂവിയിലൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ് കൂടെയുണ്ട്. ആൻഡ് രഞ്ജിൻ ചേട്ടാ, ചില പാട്ടുകളെ അല്ലെങ്കിൽ ചില സിനിമകൾ നല്ല രീതിയിൽ വർക്കാവുന്ന സിനിമകളുണ്ടാവും, കൂടെ അടിപൊളിയായിട്ട് ആ സിനിമയിലെ പാട്ടുകളും നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ ചില സിനിമകൾ അത്രയും വർക്കാവില്ല ആളുകൾക്ക്, പക്ഷെ ആ സിനിമയിലുള്ള പാട്ടുകൾ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുറേ അധികം മൂവീസ് എക്സാമ്പിൾ നമുക്ക് പറയാനുണ്ടാവും അല്ലേ? ഇപ്പോൾ ചേട്ടൻ്റെ കുറേ അധികം പാട്ടുകൾ അങ്ങനെ ആരെങ്കിലും എടുത്തു പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ പാട്ടുകളിലൂടെ ഈ സിനിമയെ അറിഞ്ഞ കുറേ അധികം കമന്റ്സ് ചേട്ടന് വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ സായാഹ്ന തീരങ്ങളിൽ ഇപ്പൊ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് അധികം കമേഴ്ഷ്യലി സക്സസ് ആയ ഒരു പടമല്ല, അല്ലെങ്കിൽ ഇപ്പൊ പേസും വഴിയെ ഭയങ്കരമായിട്ട് റൺ ചെയ്ത സിനിമയല്ല. അപ്പൊ ആക്ച്വലി ആക്ച്വൽ സിനിമയുടെ പേരിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പേസും വഴി എന്നുള്ള വേർഡ് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ആ പാട്ട് സിനിമയ്ക്ക് അപ്പുറം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് മെജോറിറ്റി ഓഫ് സോങ്സും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ പടത്തിനെക്കാട്ടിലും അധികം വർക്ക്ഔട്ട് ആവാത്ത സിനിമത്തെ പാട്ടുകൾക്കും എനിക്ക് ഈക്വലി പേര് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ പാട്ടുകൾ ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ. അപ്പോൾ അതുപോലെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഇപ്പോൾ അവരുടെ ആ ഒരു റൂട്ടീൻ എനിക്കിഷ്ടമാണ്, മ്യൂസിക്കിന് ഇത്രയും സ്നേഹിക്കുന്ന അവരുടെ ഒരു റൂട്ടീൻ എനിക്കിഷ്ടമാണ്, അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടാവോ? ഒരുപാടുണ്ട്. ഇപ്പൊ എം ജയേന്ദ്രൻ സാറൊക്കെ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് മ്യൂസിക്കിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ചെന്നൈയിലൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇമാൻ പോലെയുള്ള കമ്പോസേഴ്സിന്റെ ഒരു റൂട്ടീൻ എനിക്ക് ഇമാൻ സാറിന് വേണ്ടി പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട്. അതിപ്പോ എവറിഡേ ഇത്ര സമയം വരെ വർക്ക് ചെയ്യും, കൃത്യമായിട്ട് രാത്രി 8 മണിക്ക് വീട്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ബ്രേക്ക് എടുക്കും, ചർച്ച കാര്യങ്ങളായിട്ട് സൺഡേ ഫാമിലിയുടെ കൂടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റുട്ടീനൊക്കെ എനിക്ക് അങ്ങനെ റുട്ടീൻ ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ് ആസ് എ ഫാമിലി പേഴ്സൺ. അപ്പോ അതൊക്കെ എനിക്കിഷ്ടമാണ്. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പോൾ ചേട്ടൻ ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന, സ്പെഷ്യലി പാട്ടുകാരോ ആവട്ടെ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ഫീൽഡിൽ ബന്ധമുള്ള ആരെങ്കിലും ആവട്ടെ, അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻസ്പയർഡ് ആയിട്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ?
അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ അങ്ങനെ കണ്ടെത്തിയില്ല നേരിട്ട്. അവരുടെ മ്യൂസിക്കാലിറ്റി കോപ്പി ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും ഈ പേഴ്സണൽ ലൈഫിനെ പറ്റി കൂടുതൽ എനിക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും അങ്ങനെ പറയാൻ എനിക്ക് പെട്ടെന്ന് പറ്റുന്നില്ല. ഓക്കെ ചേട്ടാ, ഓക്കെ. അതുപോലെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത്, ലൈക്ക് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ ടൈം മാനേജ്മെന്റ് ഒക്കെ പോകുന്നത്? എനിക്ക് അതൊരു പിടുത്തില്ല, സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ച് രണ്ടാമത് എന്നെ കിട്ടാതെ രണ്ടാമത് ട്രൈ ചെയ്യുന്ന 5 മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ ഒരു പാട്ടിന്റെ പല്ലവി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പുതിയ ട്യൂൺ. അതാണ് ഞാൻ 2-3 തവണ ഞാൻ എടുക്കാൻ ലേറ്റ് ആയത്. അപ്പോ അത് അങ്ങനെ സംഭവിക്കും, ചിലപ്പോൾ അത്രയും സ്പീഡിൽ സംഭവിക്കും. അപ്പോ ആ പാട്ട് റിലീസ് ആവുന്ന സമയത്ത് ഒന്ന് എന്നോട് പറയണേ. അത് സുമതി വളവിന് വേണ്ടി കമ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ്. പക്ഷെ എനിക്കൊരു മൂഡില്ലാതെ ഞാൻ ചുമ്മാ 2-3 കോഡ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ റേഡിയോയുടെ കോൾ വന്നത്. പിന്നെ 2-3 തവണ എന്നെ വിളിച്ചപ്പോൾ എടുക്കാത്തതിന്റെ കാരണം ആ സമയത്ത് ഞാൻ മൈക്കോണാക്കി പാടുകയായിരുന്നു. അത് വർക്കൗട്ട് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ സുമതി വളവിലെ പാട്ടുകൾ റിലീസ് ആവുന്ന സമയത്ത് എനിക്ക് ഇനി ആർഭാടപൂർവ്വം പറയാലോ, എന്റെ കോൾ അറ്റൻഡ് ചെയ്ത സമയത്താണ് ഈ പാട്ടൊക്കെ സംഭവിച്ചെന്ന് പറയാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ സുമതി വളവിന്റെ കിടിലൻ പാട്ടുകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയ അപ്ഡേറ്റും ഇപ്പോ കേൾക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ട്. നല്ല പാട്ടുകളാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാമോ? സുമതി വളവ് എനിക്ക് തോന്നുന്നു അടുത്ത തന്നെ മെയിലൊക്കെ റിലീസ് ഉണ്ടാവാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കണം. അപ്പോൾ അത് ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. വളരെ റിച്ച് ആയിട്ടും വളരെ കമേഴ്ഷ്യൽ ആയിട്ടുമാണ് സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുമതി വളവിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ അപ്ഡേറ്റോട് കൂടി നമ്മൾ ഇനി ഒരു കിഡിലൻ ഗെയിം കളിക്കാൻ പോവാണ് ചേട്ടാ. ഓക്കെ, അപ്പോൾ ചെറിയൊരു റൗണ്ട് ആണ്, പക്ഷേ മെയിൻ ആയിട്ടും ചേട്ടന്റെ ആ ഗായകനെയാണ് നമുക്ക് ഇതിൽ ആവശ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ത്രോട്ടൊക്കെ ഒന്ന് ശരിയാക്കിയോളൂ. കുറച്ച് വെള്ളം കുടിക്കാനുള്ള സമയം ഞാൻ തരാം. കേട്ടോട്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ഒരു മ്യൂസിക് ആർട്ടിസ്റ്റാണ് ഉള്ളത്. ഒരു പ്ലേബാക്ക് സിംഗറാണ്, കമ്പോസറാണ്, മ്യൂസിക് ഡയറക്ടറാണ്, നമ്മുടെ സ്വന്തം രഞ്ജൻ രാജ്. രഞ്ജൻ ചേട്ടൻ്റെ കുറേയധികം വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപേ ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഗെയിമിന്റെ സമയമാണെന്ന്, അല്ലേ ചേട്ടാ? ഓക്കെ ആണോ? അപ്പോ രഞ്ജൻ ചേട്ടൻ എന്ത് വന്നാലും ഡെഫിനറ്റ്ലി നമ്മോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ആയിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും രഞ്ജൻ ചേട്ടൻ നമ്മുടെ ആ ഒരു റൗണ്ടിലേക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. എന്റെ ഈ ഒരു ഗെയിമിന്റെ പേര് അല്ലെങ്കിൽ റൗണ്ടിന്റെ പേര് പഞ്ചരസങ്ങൾ എന്നാണ് കേട്ടോ. ഓക്കെ, നോർമലി നമ്മൾ നവരസങ്ങൾ എന്നാണ് കേട്ടിട്ടുള്ളത്, പക്ഷെ ഞാൻ 5 രസങ്ങളെ പറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇമോഷൻസിനെ പറ്റിയിട്ട് ചേട്ടന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ പാടുക, ഇത്രയേ ഉള്ളൂ. അത് ഇത്തിരി സ്പീഡിലാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വെറും 5 രസങ്ങൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അതിപ്പോ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇത് നവരസങ്ങളിലുള്ള രസങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് വെറും മറ്റേ നമ്മള് സിനിമ തുടങ്ങുമ്പോൾ പറയില്ലേ, സാങ്കല്പികമാണ് കഥാപാത്രങ്ങൾ, അതുപോലെ രസങ്ങൾ സാങ്കല്പികമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എന്റെ 5 രസങ്ങളിലെ 1ാമത്തെ രസം ശൃംഗാരം. തുടങ്ങോ? ശൃംഗാരത്തിന് പാട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാക്കണം, മ്യൂസിക് ഡയറക്ടർ അല്ലേ. അതുണ്ടോ? അതിൽ ശൃംഗാരം ഉണ്ടോ? പാടിക്കോ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ശൃംഗാരം കൂട്ടി പാടിയാൽ മതി, ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അല്ലെങ്കിൽ ഇത് പിണക്കമാണോ? അതിലുണ്ടോ? പാടിക്കൊണ്ടുണ്ട്. നെഞ്ചിൽ ഇണക്കമാണോ, അടുത്ത് വന്നാലോ പിന്നെ തിരുത്തോറ മിടുക്കിപ്രാവിൻ അങ്ങനെ എന്തോ അതിന് ശൃംഗാരഭാവം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വിഷ്വലിൽ കാവ്യമാധവന്റെ കുറച്ച് ശൃംഗാര ഭാവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ ഉണ്ട്. അതാണ് ദുഃഖം. വാനം ചായും തീരം താരാട്ടും. അതെയോ? ദേഷ്യം. ദേഷ്യം, വെല്ലുവിളി, ചാലഞ്ച് എല്ലാം ഉണ്ടാവില്ലേ? എനിക്ക് ലിറിക്കറിയില്ല, പ്രശ്നമില്ല. നമ്മള് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ലിറിക്ക് തെറ്റിയാലും പ്രശ്നമില്ല. പാടിക്കോ. എനിക്ക് വരില്ല, ചുവടുകൾ എനിക്ക് വരൂല. പടകാളി ചണ്ടിച്ചങ്കിരി പാടിക്കോ. ഓക്കെ ഫൈൻ. വിരഹം. വിരഹം. യെസ്.
വിരഹമാണ് എന്റെ ബേസിക് ആയുധം. അതാണ് ഞാനും വെയിറ്റ് ചെയ്തത് അവസാനത്തിലേക്ക്. സ്പീഡായിക്കോട്ടെ, പോട്ടെ. നമ്മുടെ റൗണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നൈറ്റ് ഡ്രൈവിലാണ് ആള്. വിരഹം ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഈറൻമൂകിൽ മാലകളിൽ ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്നെ സന്തോഷം എന്നോമൈ നിധിയല്ലേ കൺപീലി മനയല്ലേ എന്നാളും മരിക്കാൻ കാവലായി. ഓക്കേ, എനിക്ക് തോന്നുന്നു വിരഹം കൂടുതലും വാനം ചായയാണോ മാച്ച് ആവുക? വിരഹം ഞാൻ പോയിന്റ് തരാണ്ടിരിക്കാനുള്ള മാർഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും വിരഹമാണ്. ഈ ഇന്നുമെന്റെയും വിരഹമാണ്, വാനം ചായയും വിരഹമാണ്. ശരി, എന്തായാലും ഞാൻ പഞ്ചരസത്തിൽ എത്ര മാർക്ക് തരണം? അതാണ് എന്റെ ചോദ്യം. ഫുൾ മാർക്സ് തന്നെ, എല്ലാം കറക്റ്റ് അല്ലേ? അതെ. ശരി, എങ്കിൽ ഞാൻ പഞ്ചിൽ പഞ്ചരസം തന്നെ ഞാൻ പാടും. വിരഹം മാറ്റി പാടെങ്കിൽ അതിൽ വിരഹത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. അതെ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ 5 നമ്മൾ പറയില്ല, 10 20 കിട്ടിയെന്ന് പറയില്ലേ? അതാണ്, അത് മതി. 100-ൽ 150 മാർക്ക്. അതാണ്. അപ്പൊ പഞ്ചരസം ദാ ഇവിടെ നമ്മുടെ ഈ ഒരു റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു എന്റെ ഭാഗത്ത്, ഓഡിയൻസ് വിചാരിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പെട്ടെന്നൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇല്ല, മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് കുറെ അധികം ഇപ്പൊ കറന്റ്ലി ഒരു വർക്കിലാണല്ലോ, അപ്പൊ അതെല്ലാം കൂടി വന്നതാണ് ആലോചിച്ചാൽ മതി. വർക്ക് ചെയ്യുന്നില്ല, മൾട്ടിപ്പിൾ ആയിട്ട് ഓർമ്മ വരുന്നില്ല, പെട്ടെന്ന് ടക്കടക്കടക്കെന്ന് വരുന്നില്ല. അതൊന്നൊരു പ്രശ്നമില്ല. പക്ഷെ പാടിയതെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ എനിക്ക് പറയാനുള്ളൂ. നല്ല രസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വിരഹം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിരഹം ചോദിച്ചപ്പോ ചേട്ടൻ പാടിയത് ഇന്നും എന്റെ കണ്ണുനീരിലായിരുന്നു. പക്ഷെ അതിന്റെ ആ ഒരു ലാസ്റ്റ് എൻഡിങ് നോട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു, എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ സന്തോഷം ചോദിക്കാൻ ഇത്തിരി വൈകിയത് ആ ഒരു ആസ്വാദനത്തിലായതുകൊണ്ടാണ്. പക്ഷേ റേഡിയോയിൽ പാട്ടുകൾ വരാൻ ഒരു വൈകലും ഇല്ല. ദേ വരുന്നുണ്ട് പാട്ടുകൾ. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ ദ സോങ്. കേട്ടോണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. നമ്മോടൊപ്പം രഞ്ജിൻ രാജ് കൂടെ തന്നെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം മ്യൂസിക് ഡയറക്ടർ, പ്ലേബാക്ക് സിംഗർ, നമ്മോടൊപ്പം രഞ്ജിൻ രാജ് ആണ് ഉള്ളത്. ആൻഡ് രഞ്ജിൻ ചേട്ടന്റെ ഒരു കിടിലൻ പഞ്ചരസങ്ങളുടെ റൗണ്ടും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന സമയത്ത് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു റൗണ്ട്? ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്ത. പിന്നെ സത്യം പറഞ്ഞാൽ പാടാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഇമോഷൻ തന്നെയാണോ കൊടുത്തതെന്നൊരു കൺഫ്യൂഷൻ, അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, കറക്റ്റാ. അഥവാ അല്ലെങ്കിൽ നമ്മൾ ആക്കിയിരിക്കും, നമ്മളാണ് മ്യൂസിക് ഡയറക്ടർ അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ, നമ്മൾ വീണ്ടും തിരിച്ച് ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് വരാണ്. ബേസിക്കലി നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് ചേട്ടന്റെ ഫാമിലി ആരൊക്കെയാണുള്ളത് ആൻഡ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഫാമിലി നന്നായിരിക്കുന്നു. എന്റെ അച്ഛൻ ഒക്കെ പാലക്കാടാണ്. പിന്നെ എന്റെ വൈഫ്, മോന് ഒക്കെ എന്റെ കൂടെ. എന്റെ കൊച്ചിനിലാണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോ വൈഫ് വർക്ക് ചെയ്യായിരുന്നു, IT ഫീൽഡിലായിരുന്നു. അപ്പോ നമുക്ക് ഈ സിനിമകളും എണ്ണങ്ങൾ കൂടിയപ്പോ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പുള്ളിക്കാരെ ഏൽപ്പിച്ചു. നമ്മൾ RR റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോ ലേബൽ ഫോം ചെയ്തു. അപ്പൊ RR റെക്കോർഡ്സിന്റെ ബേസിൽ ഇനിയും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ വൈഫാണ്, ശില്പ. അപ്പോ വലിയൊരു ടെൻഷൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അതെ, വലിയ ടെൻഷൻ. സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. സ്മൂത്ത്നെസ്സിലേക്ക് വരുന്നേ ഉള്ളൂ, ആയിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പൊ അതിലേക്ക് ഫ്ലോയിലേക്ക് കംപ്ലീറ്റ്ലി എത്തിയിട്ടില്ല. എങ്കിലും എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പൊ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഒരുപാട് ഇന്നർ കാര്യങ്ങൾ ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ എല്ലാം ചെയ്യുന്നത് വൈഫ് തന്നെയാണ്. അതിലും വലിയൊരു ഇതിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചെയ്ത ശേഷം ഞാൻ പറയാം. ഓക്കെ, ഡെഫിനറ്റ്ലി. ഓക്കെ, നമ്മുടെ കുട്ടി എന്ത് പറയുന്നു? മോൻ നന്നായിരിക്കുന്നു. അവനിപ്പോ pre-KG പഠിക്കുന്നു. ഇന്ദ്രനീൽ എന്നാണ് പേര്. ഇന്ദ്രനീൽ ഇവയോലും. അതെ, നീലൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നീലൻ നീലകണ്ഠൻ. വൈഫ് വിളിക്കുന്ന നീൽ എന്നാണ്, ഞാൻ നീൽ എന്നാണ് വിളിക്കുന്നത്. pre-KG പഠിക്കുന്നു. ആളെങ്ങനെയാണ്? ആൾക്ക് പാട്ടിനോടൊക്കെ ഇഷ്ടമുണ്ടോ? കേൾക്കാനൊക്കെ ഇഷ്ടമാണോ? നല്ല താളം ബോധം ഒക്കെ അവന് വെരി ഫോൾട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
കൃത്യമായിട്ട് താളം പഠിക്കും, കൃത്യമായിട്ട് ശ്രുതി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സമയമാകുമ്പോ പഠിപ്പിച്ചു തുടങ്ങാന്ന് മതി ആള് എന്തായാലും പ്രീ കെ ജി അല്ലായിട്ടുള്ളൂ, വന്നു തുടങ്ങട്ടെ. എന്തായാലും കൂടെ തന്നെ ഒരു കിഡിലൻ മെന്റർ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനുള്ള പ്രശ്നമില്ല. അതെ, അറിയില്ല എന്തോ അല്ല നല്ല വെണ്ടറാണോന്ന് എനിക്കറിയില്ല എന്ന് പറയാം. ഉറപ്പായിട്ടും നമുക്ക് അത് എന്തായാലും ചേട്ടന്റെ വർക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അതല്ല, പക്ഷെ ഈ മോനെ പഠിപ്പിക്കുമ്പോഴേക്കേ അതിനുള്ള സാധ്യത അത് വേറെ രീതിയിൽ വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ മിക്കവാറും ഞാനൊരു മാഷെ ഏൽപ്പിച്ചു ആക്ച്വലി പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് അച്ഛൻ കുറച്ച് കഴിയുമ്പോ പഠിപ്പിക്കാതെ. അതെ, കുറച്ച് കഴിയുമ്പോ പഠിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്ന ആളല്ല ഞാന് ബേസിക്കലി. പക്ഷെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, സിനിമയിലും ഉണ്ട്. അവരൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എന്നും കാണാനും ഒക്കെ പറ്റാറുണ്ട്. അവരൊക്കെ ആയിട്ട് സിനിമകളും ചെയ്യുന്നുണ്ട്. അതല്ലാതെ സിനിമയ്ക്ക് അപ്പുറമായിട്ടുള്ള സൗഹൃദവും കീപ്പ് ചെയ്യുന്ന ആളും കൂടെയാണ്. പക്ഷെ ഇപ്പോഴും പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഭയങ്കര കൂടുതലല്ല എനിക്ക്. അത് നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ മോശം കാര്യമായിട്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ബൈ ഡിഫോൾട്ട് ആ ഒരു എബിലിറ്റി കിട്ടിയിട്ടില്ല കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാന്നുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഒരാള് കട്ടക്കുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. അതെ, അങ്ങനെ കട്ടക്ക് നിൽക്കുന്ന 4-5 പേരുണ്ട് എന്തായാലും. മതി, പിന്നെ എന്ത് വേണം. അത് തന്നെയാണ് ഏറ്റവും ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ അപ്പോ രഞ്ജിൻ ചേട്ടൻ റിച്ച് തന്നെയാണെന്ന് ഞാൻ പറയും. അതെ അതെ, കൃത്യമായിട്ടുള്ള ഫ്രണ്ട്സേ ഉള്ളൂ. അത് കൃത്യതയുള്ള ആൾക്കാർ തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പോ അവരുടെയൊക്കെ ഇപ്പോ ചേട്ടന്റെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണോ അതിനു മുൻപുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയല്ലേ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതും? മുമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട്, സിനിമ ഫീൽഡിലേക്ക് വന്ന ശേഷം സിനിമയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പൊ നിതിൻ രഞ്ജി പണിക്കർ അല്ലെങ്കിൽ അഭിലാഷ് പിള്ളൈ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കൂടെ എന്നും കാണുന്ന, സിനിമയ്ക്ക് അപ്പുറം കാണുന്ന ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ വർക്ക്സ് ഒക്കെ അവർക്ക് കഴിയുമ്പോൾ ഒന്ന് കേട്ട് നോക്കി അഭിപ്രായങ്ങളൊക്കെ? പിന്നെ അവര് സ്ഥിരം മെമ്പേഴ്സ് ആണ്. മിക്കവാറും നമ്മൾ മീറ്റ് ചെയ്യാറും സ്റ്റുഡിയോയിലേക്ക് വരവും ഒക്കെ ഉള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അവര് കേൾക്കാറും ഒക്കെ ഉണ്ട്. ഇപ്പോ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പോലെ ഐഡിയാസ് ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞ കറക്ഷൻസ് ഒക്കെ? തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും ഇത്ര സംശയങ്ങളും ഇപ്പൊ നമ്മള് കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണെങ്കിൽ ഒന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് അവരുടെ ഹെൽപ്പ് ഒക്കെ വേണ്ടി വരാറുണ്ട്. ഓക്കെ, ആക്ച്വലി ശരിക്കും അങ്ങനെ കറക്ഷൻസ് കിട്ടിയാലല്ലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ, നമുക്ക് പിന്നെ കൂടുതൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സജഷൻസ് കിട്ടണം. അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവർക്ക് ഇപ്പോ വലിയ നമ്മളെ മതിപ്പില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ആവേണ്ടി വരും. തോട്ടേ എനിക്കില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരോട് ഞാൻ കാണിച്ചു കൊടുക്കാറുള്ളൂ. ഓക്കെ, അതാണ്. അപ്പോ നമ്മള് ഇനിയും കുറച്ചധികം വിശേഷങ്ങൾ കൂടി രഞ്ജിൻ ചേട്ടന്റെ വക അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷം So keep on listening to SK Hotspot and you're listening to Sargik Kshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargik Kshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot. നമ്മോടൊപ്പം മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ് കൂടെയുണ്ട്. ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രഞ്ജിൻ ചേട്ടാ, ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ. ചേട്ടൻ ഇപ്പോൾ കുറേ അധികം സിനിമകളിൽ സോങ്സ് മാത്രം ചെയ്തിട്ടുണ്ട്, കുറേ അധികം സിനിമകളിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ സോങ്സും ചെയ്തിട്ടുണ്ട് അല്ലെ? കൂടുതലും 95% ഫുൾ തന്നെ ചെയ്തിട്ടുണ്ട്. യെസ്, അതെ അതെ അതെ. അപ്പോ ഈ രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് രണ്ടിനും അല്ലെ? പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ അധികം സിനിമകൾ മേ ബി ഫ്ലോപ്പ് ആവുന്ന സമയത്ത് പാട്ടുകൾ തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെലക്ട് ചെയ്തതിലുള്ളൊരു പ്രഷർ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ലൈക്ക് അയ്യോ ഇത് മാറ്റി ചെയ്യാമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, ആക്ച്വലി സിനിമയ്ക്ക് ചേരുന്ന ഒരു മ്യൂസിക് അച്ചീവ് ചെയ്യുന്നവരെ ഞാൻ എന്തായാലും ഇരിക്കാറുമുണ്ട്. അച്ചീവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ സിനിമ വിടാം. അപ്പൊ സിനിമ ഫ്ലോപ്പ് ആവുന്നത് BGM കൊണ്ടായിരിക്കണം എന്നില്ല. ഇല്ല, ഒരിക്കലും അല്ല. അപ്പൊ അത് ചിലപ്പോ എത്ര നല്ല BGM ചെയ്താലും സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആ BGM പറ്റി ആരും സംസാരിക്കാറേ ഇല്ല. അത് ഈവൻ റിവ്യൂവേഴ്സ് ആണെങ്കിലും BGM മോശം അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയുള്ളൂ. അപ്പോ ഡെഫിനറ്റ്ലി സിനിമ സംസാരിക്കപ്പെട്ടാൽ മാത്രമേ BGM പറ്റി സംസാരിക്കുള്ളൂ. പക്ഷെ പാട്ട് പിന്നെയും അപ്പുറത്തെ പ്ലാറ്റ്ഫോംസിലുള്ളത് കൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഡ്രൈവിംഗിലും ചുമ്മാ കേട്ടിട്ടും അല്ലെങ്കിൽ റേഡിയോയിലൂടെയും ഒക്കെ പാട്ട് അവിടെ ഇങ്ങനെ കടന്ന് ചുറ്റി കറങ്ങുന്നത് കൊണ്ട് പാട്ട് ആൾക്കാരിൽ നിലനിൽക്കും നല്ല പാട്ടാണെങ്കിൽ. പക്ഷെ
ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എഫേർട്ട് മുഴുവൻ വേസ്റ്റ് ആയി പോകുന്ന ഒരു ഫീലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അത് ഏത് സിനിമ എന്ന് നമ്മൾ പറയാൻ പാടില്ല, പല സിനിമകളിലും അത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല സിനിമകളിലും എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടുകയും അതിലൂടെ ഒരുപാട് സിനിമകൾ വരികയും ഒരുപാട് ഭാഷകളിൽ നിന്ന് സിനിമകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടും ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ ചേട്ടാ, ഞാനൊരു കാര്യം, ഒരു ചെറിയൊരു ഡൗട്ടാണ്, വേറൊന്നുമല്ല. ഇപ്പോ രഞ്ജൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി പാട്ടുകാരനായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അല്ലേ? അതെ, സ്റ്റാർ സിംഗർ വേദിയിലൂടെ. പക്ഷെ എന്തുകൊണ്ടാണ് ചേട്ടൻ സ്വന്തം പാട്ടുകൾ വളരെ കുറവ് പാടിയിരിക്കുന്നത്? എനിക്ക് ആദ്യം പാടാൻ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി മ്യൂസിക് ഡയറക്ടർ ആവാന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷെ പാടാൻ വേണ്ടി ഒരുപാട് പേരോട് ചാൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ക്രേസ് ആയിരുന്നു ആ സമയത്ത് പാടാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള നിലവിലുള്ള ഞാൻ നമ്മുടെ എന്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മിക്ക കമ്പോസേഴ്സിനോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ അധികം നല്ല പാട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ഹിറ്റാവുന്നല്ല ഒരു മിക്സറായിട്ടുള്ള സോങ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനോടുള്ള ഇങ്ങനെ അടങ്ങി താഴോട്ട് വന്നെന്ന് തോന്നുന്നു. അതിനോടുള്ള ഈ പാടി അടങ്ങുന്നുള്ളൊരു സംഭവം, അതിന്റെ പാഷൻ കുറച്ചിങ്ങനെ കുറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് കമ്പോസർ ആവാനുള്ള അവസരം കിട്ടി, സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടി. സിനിമകൾ ചെയ്തു തുടങ്ങുമ്പോഴേക്കും എനിക്ക് പ്രോപ്പർലി ഓൺലി കമ്പോസിങ്ങിന്റെ എന്തൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാവുന്ന അത് മാത്രമായിരുന്നു പിന്നെ എന്റെ ഫോക്കസ്. ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആക്ച്വലി ആസ് എ കമ്പോസർ ആയിട്ട് നങ്ങേലി പൂവേ ഞാൻ പാടിയ പാട്ടാണ് ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ അത് അങ്ങനെ എനിക്ക് എന്റെ ശബ്ദം കേൾപ്പിക്കണം എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല, ഒട്ടുമില്ല. അങ്ങനെ ഒരു ക്രേസേ ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി എന്റെ ആയുധം പാട്ടാണ്. ഞാൻ കമ്പോസ് ചെയ്യുന്നത് എന്റെ ശബ്ദം വെച്ചിട്ടാണ്. എന്റെ ട്യൂൺസ് എല്ലാം കമ്പോസ് ചെയ്യുന്നത് ഞാൻ ശബ്ദം വെച്ചിട്ടാണ്. അതെന്റെ ടൂളാണ്. ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന എന്റെ കമ്പോസിങ് ടൂൾ എന്റെ ത്രോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പാടണം എന്നുള്ള അതിയായ ആഗ്രഹമില്ല. നല്ല കമ്പോസിഷൻസ് ഉണ്ടാവണമെന്നാണ് എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ആഗ്രഹം. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും പാടും. അടുത്ത നല്ല നല്ല പാട്ടിൽ എന്റെ വരും. ഉറപ്പായിട്ടും. ഞാൻ അതാണ് പറയാൻ വേണ്ടി വന്ന അടുത്തൊരു കാര്യം. ഡെഫിനറ്റ്ലി ഞങ്ങള് നങ്ങേലിപ്പൂവിന് ശേഷം ഒരു കിടിലൻ പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ചേട്ടന്റെ വോയിസ് വരും. സുമതി വളവില് ഒരു പാട്ട് നമുക്ക് പാടാം. ആഹാ, ആ പാട്ടിന്റെ പ്രിപ്പറേഷൻ ആണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അതറിയില്ല. ഞാൻ പാടാന്നൊരു തീരുമാനം പ്രിപ്പറേഷൻ ഉണ്ടാവാറില്ല. ഞാൻ കമ്പോസ് ചെയ്ത് പോയിട്ട് ഏറ്റവും ചേരുന്ന ആൾക്ക് അത് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്ക ഡയറക്ടേഴ്സും ഞാൻ തന്നെ പാടിയത് വെച്ചാൽ മതി. ഇത് എത്രയോ തവണ ഈവൻ എന്നോമൽ നിധിയല്ലേ പോലും നിതിൻ എന്നോട്, നിതിൻ രഞ്ജി പണിക്കറും പറഞ്ഞിട്ടുണ്ട്, രഞ്ജി അങ്കിളും, നിതിന്റെ അച്ഛൻ രഞ്ജി പണിക്കർ, രഞ്ജി അങ്കിളും പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്നെ പാടിക്കോട്ടെ. സുരേഷ് ചേട്ടന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നെ പറഞ്ഞ ഒന്നില്ലേ വിജയ് യേശുദാസ് അല്ലെങ്കിൽ മധു ബാലകൃഷ്ണൻ ചേട്ടൻ, ഇവരൊക്കെയാണ്, സുദീപ് കുമാർ, സുദീപൻ, ഇവരൊക്കെയാണ് ഈ പാട്ട് പാടേണ്ടതെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മള് ചേട്ടന്റെ ഒരു വോയിസിൽ ഒരു കിടിലൻ പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും അടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോ ആ പാട്ട് ഉടനെ വരും. സീ യു സൂൺ എന്ന് പറഞ്ഞ് രഞ്ജൻ രാജ് കൂടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot. ഇന്ന് നമ്മോടൊപ്പം രഞ്ജൻ രാജ്, ദ മ്യൂസിക് ഡയറക്ടർ, കൂടെയുണ്ട്. രഞ്ജൻ ചേട്ടാ, ക്രിസ്മസ് അടുത്തെത്താറായിട്ടുണ്ട് അല്ലേ? എന്താണ് ക്രിസ്മസ് സ്പെഷ്യൽ വിശേഷങ്ങള്, പരിപാടികൾ എന്തൊക്കെയാണ്? ക്രിസ്മസിന് ഞാൻ ആക്ച്വലി ക്രിസ്മസിന് മുന്നേ തന്നെ ഒരു വെക്കേഷൻ കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് ദുബായും അബുദാബിയൊക്കെ ആയിരുന്നു ഫാമിലി ആയിട്ട്. ഞങ്ങള് മിനിഞ്ഞാന്ന് എത്തിയതേ ഉള്ളൂ, 2 ദിവസം മുന്നേ എത്തിയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയൊരു വെക്കേഷൻ മോഡ് എന്തായാലും ഇല്ല. അപ്പോ അത് മാത്രമല്ല, ഈ 10 ദിവസം പെൻഡിങ് വെച്ച വർക്കുകളുടെ തീരുമാനമാക്കാനുണ്ട്. അപ്പൊ അതിന്റെ അത്യാവശ്യം നല്ല തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഏകദേശം മിക്കവാറും വർക്കിലായിരിക്കുന്നതാണ് എന്റെ ഒരു മനസ്സ് ഇപ്പോഴേ പറയുന്നത്. അത്രേ ഉള്ളൂ. എന്റെ വീടും സ്റ്റുഡിയോ ഒക്കെ തൊട്ട് മേലെയും താഴേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ആക്സസ് ഇങ്ങനെ ഉണ്ട്, വീട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോം വീട്ടിൽ തന്നെ ആയിരിക്കും സെലിബ്രേഷൻ മാക്സിമം. അതിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. ശരി. അതുപോലെ സ്റ്റാർ സിംഗറിലെ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ? അന്നുണ്ടായിരുന്ന കൂട്ടുകെട്ടുകൾ എല്ലാവരായിട്ടും പറ്റാറില്ല. പക്ഷെ എങ്കിലും ഓൺലൈനിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഇടയ്ക്ക് കാണും, സംസാരിക്കും. നജീം റീസെന്റ് എന്റെ ഒരു പാട്ട് പാടി കഴിഞ്ഞൊരു 2 ആഴ്ച മുന്നേ. ഒരു നോൺ ഫിലിം സോങ് ആണത്. അപ്പോ ആദ്യമായിട്ട് നജീം എനിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. അപ്പോ അങ്ങനെ പിന്നെ വേറെ സഞ്ജിതാനന്ദൻ പാടിയിട്ടുണ്ട് എന്റെ ഒരു പാട്ട്.
അങ്ങനെ കുറച്ച് അധികം പേരെ എനിക്ക് പാടിപ്പിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ടീമിലുണ്ടായിരുന്ന. പക്ഷെങ്കിലും സൗഹൃദം എപ്പോഴും എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ, ഇനി നമ്മള് രഞ്ജൻ രാജിന്റെ വെയിറ്റ് ചെയ്യേണ്ട പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇനി വരുന്ന പ്രൊജക്ട്സ് സുമതി വളവുണ്ട്, പിന്നെ ജോസഫിൻ ഹിന്ദി ഞാൻ ചെയ്യുന്നുണ്ട്. സണ്ണി ഡിയോൾ സാറാണ് അതിൽ അഭിനയിക്കുന്നത്. സൂര്യ എന്ന് പറയുന്ന മൂവിയാണോ? സൂര്യ എന്ന് പറഞ്ഞ മൂവി. അത് കുറച്ച് ബ്രേക്ക് ആയിരിക്കാണ് ഇപ്പോ, അതിപ്പോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അതുകൂടെ ഐസ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നു. അത് ബോബി സഞ്ജയ്, മനു അശോകൻ ടീമിന്റെ സോണി ലിവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സീരീസ് ആണ്. ആഫ്റ്റർ കാനക്കാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. അതൊരു വളരെ ബിഗ് പ്രൊജക്ട് ആണ്. പിന്നെ പൊങ്കാല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ശ്രീനാഥ് ബാസിയുടെ. പിന്നെ റിവോൾവർ ഇങ്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്ന ഒരു മൂവി ഉണ്ട്. അങ്ങനെ പിന്നെ പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞ ഷാജി കൈലാസ് സാറുടെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു പടപ്പ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അടിപൊളി. അപ്പോൾ ചേട്ടാ, ഞാൻ ഫൈനലി ഒരു കാര്യം കൂടി ചോദിക്കുകയാണെ. ചേട്ടൻ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു വ്യക്തി, മേ ബി ആളുടെ കൂടെ വർക്ക് ചെയ്തത് സമയത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ എന്ന് ലൈക്ക് ഒരു ഈസി ആയിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ? ആദ്യം പേടിച്ചിട്ട് പിന്നീട് ഈസി ആയിരുന്നു. അതെ, അത് വൈശാഖ് സാർ തന്നെ ആയിരിക്കും അല്ലേ? വൈശാഖേട്ടൻ ഈ മാസ് മ്യൂസിക്കിന്റെ ഒരു ഡയറക്ടറാണല്ലോ. ഏറ്റവും കൂടുതൽ മാസ് പടങ്ങൾ മലയാളത്തിൽ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ പോലും എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ ആ ഒരു പേടിയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ വൈശാഖനാണ് ഏറ്റവും, അതുകൊണ്ട് തന്നെയാണ് 10 ദിവസത്തിനുള്ളിൽ 6 തീർത്തത് ഞാൻ പറഞ്ഞായി. വൈശാഖൻ അത്രയും കംഫർട്ട് ആക്കി, പിന്നെ എത്രയും പെട്ടെന്ന് നമ്മളെ ഈസിലി ഡയറക്ട് ചെയ്ത് തന്നു. ഈ പോകുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കോൺഫിഡൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വിട്ടു. അപ്പൊ പിന്നെ ഈസിയായി, എനിക്ക് പെട്ടെന്ന് തീർത്തു അതുകൊണ്ട് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2024 രഞ്ജൻ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ മെയിൻലി ഫോക്കസ് ചെയ്തത് ആനന്ദ് ശ്രീബാല തന്നെയായിരിക്കും അല്ലേ? ആനന്ദ് ശ്രീബാല ഒരു നല്ലൊരു പ്രൊജക്ട് ആയിരുന്നു. അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അത് നന്നായിട്ട് പെർഫോം ചെയ്തു തിയേറ്ററിലും. ഇനിയിപ്പോ അടുത്ത് തന്നെ OTT വരും. ശരിക്കും ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയൊരു അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ബഹളങ്ങൾ കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയല്ല. മ്യൂസിക് ആണെങ്കിലും വളരെ സെറ്റിൽ ആയിട്ട്, വളരെ പ്ലസന്റ് എന്നല്ല, അതായത് ഒരു ഫീൽ ഗുഡ് ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ തോന്നിയിരിക്കുന്നത്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു ഒരു ഭയങ്കര രാക്ഷസൻ കൈൻഡ് ഓഫ് പരിപാടി അല്ലല്ലോ ആനന്ദ് ശ്രീബാല. അതൊരു വളരെ ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അപ്പൊ അത് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന ഒരു മ്യൂസിക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ സംവിധായകനും റൈറ്ററും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റിവ്യൂവും നമുക്ക് മ്യൂസിക്കിന് ആ പടത്തിന് വേണ്ടി കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് SK ഹോട്ട്സ്പോട്ട് ഇവിടെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ചേട്ടാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു SK ഹോട്ട്സ്പോട്ടിൽ ക്രിസ്മസിനോട് ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഒരു കിടിലൻ ക്രിസ്മസ് വിഷസും കൂടി ഞാൻ അറിയിക്കുകയാണ് ചേട്ടനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ. സെയിം ടു എല്ലാ ഓഡിയൻസിനും, അന്നയ്ക്കും അവിടെയുള്ള എല്ലാ ക്രൂവിനും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ ഒരു ചാറ്റ് ശരിക്കും ഒരു മ്യൂസിക്കൽ ചാറ്റ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു അന്ന, താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടന്റെ പ്രൊജക്ട്സ് ഒക്കെ സൂപ്പർ ആവട്ടെ. ഇനി വരാൻ പോകുന്ന 2025 കിടലൻ പാട്ടുകളിലൂടെയും ഞങ്ങൾക്ക് ഈ സ്വരം കേൾക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ പാട്ടുകളൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്യൂ നിങ്ങളുടെ റേഡിയോയിൽ. ഫുൾ ടൈം എന്റെ പാട്ടിലാവട്ടെ. ഒരു ദിവസം ഒരു 5 പാട്ടെങ്കിലും വെച്ചിടും. ഡെഫിനറ്റ്ലി. അതില് സ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാവിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്. 3 hours ഡ്യൂറേഷൻ ഉള്ള ഷോ ആണ്. ഈ സമയത്ത് നമ്മുടെ മെയിൻ RJ ഉണ്ട്, നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡ് ആണ് RJ സേതു. ചേട്ടന്റെ കൂടെ ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സാറ്. ഞാൻ പേര് കേട്ടോടെ ചിന്തിക്കുന്നത് ഞാൻ സേതുമായിരിക്കുമോ? അതെ അതെ, ആ സേതു തന്നെയാണ് സാർ. ഇപ്പൊ ഇവിടെ പ്രോഗ്രാമിംഗ് ഹെഡ് ആണേ. അപ്പൊ സേതുവിനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയൂ. സേതു വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആകാശവാണിയിൽ. അതെ അതെ അതെ. അപ്പൊ സാറ് പറഞ്ഞു, ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മോർണിംഗ് ലൈവില് മാളികപ്പുറത്തിലെ പാട്ടുണ്ടല്ലോ, സ്വാമി തിന്നകത്തും ഗണപതി തുണയറുകളകത്താണ് വണങ്ങ. ഈ പാട്ട് നമ്മള് മിക്കവാറും സാറായിരിക്കും ലൈവ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ സാറ് എപ്പോഴും ഈ പാട്ട് ഡെഫിനറ്റ്ലി പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഒരു രാത്രി കൊണ്ടുണ്ടായ ഒരു പാട്ടാണ്, 2-3 മണിക്കൂറിലുണ്ടായ പാട്ടത്. ആഹാ, അടുത്ത ചാറ്റിൽ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. സർഗക്ഷേത്ര 89.6 FM ആഘോഷങ്ങളും വിശേഷങ്ങളും തീരുന്നില്ല. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര.